ഒരു വർഷത്തേക്ക് $2 മില്യൺ, അതായത് ഏകദേശം 19 കോടിയോളം ഇന്ത്യൻ രൂപ സാലറി. പോരാത്തതിന് 24 മണിക്കൂറിൽ വെറും 1 മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ മതി. ബാക്കി 23 മണിക്കൂറും സ്വന്തം ഇഷ്ടത്തിന് ഉപയോഗിക്കാം. കാണുമ്പോൾ ഇത് വളരെ ചെറിയൊരു ലൈറ്റ് ഹൗസ് എന്ന് തോന്നുമെങ്കിലും ഫ്രാൻസിലെ വെസ്റ്റേൺ കോസ്റ്റിലുള്ള ലാജുമെന്റ് ലൈറ്റ് ഹൗസിലെ കീപ്പർക്ക് ഇത്രയും വലിയൊരു തുക സാലറിയായി ലഭിക്കുന്നുണ്ടെന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഓരോ ദിവസവും ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ജോലിയെന്ന് ഇന്റർനെറ്റിൽ പ്രചരിക്കുന്ന ഈ വാർത്തയുടെ സത്യാവസ്ഥ ശരിക്കും എന്താണ്? എന്തിനാണ് ഇത്രയും പണം സാലറിയായി നൽകുന്നത്? ഈ ലൈറ്റ് ഹൗസിന്റെ യഥാർത്ഥ പ്രത്യേകത എന്താണ്? അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രാൻസിലെ ലാജിമെന്റ് ലൈറ്റ് ഹൗസിന്റെ നിഗൂഢതകളിലേക്കാണ്. ലാജിമെന്റ് ലൈറ്റ് ഹൗസിന്റെ നിർമ്മാണത്തിന് പിന്നിലെ കാരണം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പുള്ള സമുദ്ര സഞ്ചാര ചരിത്രത്തിലേക്ക് പോയേ തീരൂ. 10,000 വർഷങ്ങൾക്ക് മുമ്പ് ചെറു ബോട്ടുകളിൽ തുടങ്ങിയ കടൽ യാത്രകൾ കാലക്രമേണ സാധനങ്ങൾ കൊണ്ടുപോകാൻ ശേഷിയുള്ള വലിയ കപ്പലുകളിലേക്ക് വഴിമാറി. എന്നാൽ അന്നൊന്നും കൃത്യമായ നാവിഗേഷൻ സിസ്റ്റങ്ങളോ കോമ്പസുകളോ ഇല്ലായിരുന്നു. രാത്രിയിലോ മോശം കാലാവസ്ഥയിലോ തീരം കണ്ടെത്തുക എന്നത് നാവികർക്ക് ജീവൻ കയ്യിൽ പിടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. പല സമയത്തും കപ്പലുകൾ പാറകളിൽ ഇടിച്ച് മുങ്ങിയും ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ഇരുട്ടിൽ യാത്ര ചെയ്യുന്നത് അപകടമാണെങ്കിലും കപ്പലുകൾക്ക് കടലിന് നടുവിൽ നിർത്താൻ കഴിയുമായിരുന്നില്ല. ഇതിനൊരു പരിഹാരം എന്നോണം തീരത്തിനടുത്തുള്ള ഉയർന്ന കുന്നുകളിലോ ഗോപുരങ്ങളിലോ തീ കത്തിച്ച് വെളിച്ചം പരത്താൻ ഈജിപ്തിലെയും ഗ്രീസിലെയും ഭരണാധികാരികൾ തീരുമാനിച്ചു. എന്നാൽ ഇങ്ങനെ ഉയർന്ന കുന്നുകളില്ലാത്ത തീരദേശ പ്രദേശങ്ങളിൽ അപകടങ്ങൾ ഒരു തുടർ കഥയായി മാറി. ഉദാഹരണത്തിന് ഈജിപ്തിലെ അലക്സാണ്ട്രിയ നഗരത്തിന്റെ സമ്പദ് വ്യവസ്ഥ കടൽ വ്യാപാരത്തെ ആശ്രയിച്ചായിരുന്നു നിലനിന്നിരുന്നത്. പക്ഷേ വലിയ പാറക്കെട്ടുകൾ നിറഞ്ഞ ഈ തീരത്ത് കപ്പലുകൾ തുടർച്ചയായി അപകടത്തിൽപ്പെട്ടു. ഒടുവിൽ അലക്സാണ്ട്രിയ നഗരത്തിന്റെ രാജാവ് സ്ട്രാറ്റസ് ഓഫ് ഇൻഡസിന്റെ സഹായം തേടുകയും BC 280 ലോകത്തിലെ തന്നെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് ആയ ഫറോസ് ഓഫ് അലക്സാണ്ട്രിയ നിർമ്മിക്കുകയും ചെയ്തു. വെളുത്ത മാർബിളിൽ നിർമ്മിച്ച ഈജിപ്ഷ്യൻ നാണയങ്ങളിൽ പോലും ചിത്രീകരിച്ച ഈ കൂറ്റൻ ലൈറ്റ് ഹൗസിന്റെ മുകളിലുള്ള തീയുടെ വെളിച്ചം 50 കിലോമീറ്റർ അകലെ നിന്ന് പോലും കാണാമായിരുന്നു. പുരാതന ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നായ ഇത് ആയിരക്കണക്കിന് കപ്പലുകൾക്ക് പിന്നീട് വഴികാട്ടിയായി. തുടർന്ന് അങ്ങനെ 1-ാം നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ട് വരെ റോമൻ സാമ്രാജ്യവും കല്ലുകൾ കൊണ്ടുള്ള നിരവധി ലൈറ്റ് ഹൗസുകൾ പണിതു. സ്പെയിനിലെ ടവർ ഓഫ് ഹെർക്കുലീസ് ഇതിനൊരു ഉദാഹരണമാണ്. എന്നാൽ റോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം ലൈറ്റ് ഹൗസ് നിർമ്മാണം ഇതോടുകൂടി നിലയ്ക്കുകയും പലതും നശിച്ചു പോവുകയും ചെയ്തു. ഏകദേശം 1500കളിൽ ക്രിസ്റ്റഫർ കൊളംബസ്, വാസ്കോഡ ഗാമ തുടങ്ങിയ പരിവേഷകരുടെ വരവോടുകൂടി കടൽ വ്യാപാരം വീണ്ടും സജീവമായി. ലൈറ്റ് ഹൗസുകൾ വീണ്ടും ഉയർന്നു വന്നു. എണ്ണ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലാമ്പുകളും ഗ്ലാസ് ലെൻസുകളും ഹെറോസൺ ലാമ്പുകളും ഫ്രസ്നൽ ലെൻസുകളും ഒക്കെ വന്നതോടുകൂടി ലൈറ്റ് ഹൗസുകളിലെ പ്രകാശത്തിന് കൂടുതൽ ശക്തി കൂടി. 1655 ഇംഗ്ലണ്ടിലെ എഡിസ്റ്റോൺ ലൈറ്റ് ഹൗസ് അതോടുകൂടി ആദ്യത്തെ മോഡേൺ ലൈറ്റ് ഹൗസായി മാറി. എങ്കിലും കൃത്യമായ ലൈറ്റ് ഹൗസുകൾ ഇല്ലാത്ത ഭാഗങ്ങളിൽ അപകടങ്ങൾ വീണ്ടും പെരുകാൻ തുടങ്ങി. 1873 മാർച്ച് 31 SS അറ്റ്ലാന്റിക് എന്ന കപ്പൽ വലിയൊരു കൊടുങ്കാറ്റിലും മൂടൽ മഞ്ഞിലും പെട്ട് പാറക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറി 550ഓളം വരുന്ന ആളുകൾ മരണപ്പെട്ടത് ഇതിന് വലിയൊരു ഉദാഹരണമാണ്. ഇത്തരത്തിൽ വടക്കൻ ഫ്രാൻസിലെ ബ്രിട്ടനി തീരത്തുള്ള ആ ഭാഗത്ത് ധാരാളം പാറകളും രൂക്ഷമായ കൊടുങ്കാറ്റുമുള്ള വളരെ അപകടം നിറഞ്ഞ ഒരു ഭാഗമായിരുന്നു. 1888നും 1904നും ഇടക്ക് 31ഓളം കപ്പലുകളാണ് ഈ ഭാഗത്ത് തകർന്നത്. 1896 റൂമോൺ കാസിൽ എന്ന ഷിപ്പ് പാറയിൽ ഇടിച്ച് 250ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ആ വർഷം തന്നെ ഉണ്ടായ മറ്റൊരു വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട് 50ലധികം ബോട്ടുകളും അവിടെ തകർന്നു. ഇതോടെയാണ് ഫ്രഞ്ച് സർക്കാർ അവിടെ ഒരു ലൈറ്റ് ഹൗസ് പണിയാനായിട്ട് നിർബന്ധിതരാകുന്നത്. അതോടുകൂടിയാണ് നമ്മൾ ഈ പറഞ്ഞ ലാജുമെന്റ് ലൈറ്റ് ഹൗസ് പിറവിയെടുക്കുന്നത്. എന്നാൽ ലാജുമെന്റ് എന്ന ഭാഗത്ത് ഒരു ലൈറ്റ് ഹൗസ് കെട്ടി ഉയർത്തുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. കൂറ്റൻ തിരമാലകളും മോശം കാലാവസ്ഥയും കാരണം നിർമ്മാണം തടസ്സപ്പെട്ടു. 1904 ഉണ്ടായ ഒരു കൊടുങ്കാറ്റിൽ അതുവരെ പണിതുയർത്തിയ എല്ലാ ഭാഗങ്ങളും മുഴുവൻ കടലെടുത്തു. ആ ഭാഗത്ത് ഇത്തരമൊരു ലൈറ്റ് ഹൗസ് പണിയുക എന്നത് പലരും അസാധ്യമാണെന്ന് കരുതിയെങ്കിലും 7 വർഷത്തെ കഠിന ശ്രമത്തിനൊടുവിൽ 1911 ഫ്രഞ്ച് സർക്കാർ ഈ ലൈറ്റ് ഹൗസ് പണിതുയർത്തി. എന്നാൽ കഥ അവിടെയും തീർന്നില്ല. ഇവിടെ ജോലിക്ക് കയറിയ ആദ്യത്തെ ലൈറ്റ് ഹൗസ് കീപ്പർ വെറും 5 മാസത്തിനുള്ളിൽ ഈ ജോലി ഉപേക്ഷിച്ചു പോയി. താൻ ജീവനോടെ രക്ഷപ്പെട്ടത് തന്നെ അത്ഭുതമാണെന്നാണ് അയാൾ പറഞ്ഞത്. ഫ്രഞ്ച് തീരത്ത് നിന്ന് ഏകദേശം 300 മീറ്റർ അകലെ ആഴക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ഏകാന്തത നിറഞ്ഞ ഇടങ്ങളിൽ ഒന്നാണിത്. 48 മീറ്റർ ഉയരമുണ്ടെങ്കിലും ഇവിടുത്തെ ഭീമൻ തിരമാലകൾക്കും കൊടുങ്കാറ്റിനും ഈ ലൈറ്റ് ഹൗസിനെ മുഴുവനായി മൂടാൻ കഴിയും.
ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇരച്ചു കയറുന്ന തിരമാലകൾ കാരണം ഏത് നിമിഷവും മരണം പ്രതീക്ഷിച്ചാണ് ഇവിടെയുള്ള കീപ്പർമാർ ജോലി ചെയ്തിരുന്നത്. ഇവിടെ ജോലി ചെയ്തിരുന്ന എല്ലാ കീപ്പർമാർക്കും വളരെ ഭയാനകമായ കഥകളായിരുന്നു പറയാനുണ്ടായിരുന്നത്. 1970കളിൽ ഒരു കീപ്പർ രാത്രിയിൽ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ട് തുറന്നു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. പിന്നീട് ഇയാളെ ലൈറ്റ് ഹൗസിൽ വെച്ച് കാണാതാവുകയും അയാളുടെ മൃതദേഹം പോലും പിന്നീട് കിട്ടിയില്ല. ഇതുപോലെ തന്നെ ചെറിയ കാൽ പെരുമാറ്റങ്ങൾ, അടക്കം പറച്ചിലുകൾ, ജനലിൽ മുട്ടുന്ന ശബ്ദങ്ങൾ, ഇതുകൊണ്ടൊക്കെ പല കീപ്പർമാരും ഇവിടെ നിന്നെല്ലാം ഓടി രക്ഷപ്പെട്ടു. ആയിരക്കണക്കിന് നാവികർ മരിച്ചു വീണ ഇടമായതുകൊണ്ട് തന്നെ അവരുടെ ആത്മാക്കളാണ് ഇതെന്ന് ചിലർ വിശ്വസിച്ചപ്പോൾ മറ്റു ചിലർ പേടിപ്പെടുത്തുന്ന അന്തരീക്ഷവും ശക്തമായ കാറ്റും ആളുകളുടെ മനസ്സിനെ കൺഫ്യൂസ്ഡ് ആക്കുക എന്നതാണ് ശാസ്ത്രലോകം ഇതുമായിട്ട് വിശദീകരിച്ചത്. അങ്ങനെ ഇതുപോലുള്ള ഓരോ ദുരൂഹങ്ങൾ തുടരവേ 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി ലോകമെമ്പാടുമുള്ള ലൈറ്റ് ഹൗസുകൾ ഓട്ടോമാറ്റഡ് ആകാൻ തുടങ്ങി. അങ്ങനെ വർഷം 1991 ലാജുമെന്റ് ലൈറ്റ് ഹൗസും പൂർണ്ണമായും ഓട്ടോമാറ്റഡ് ആക്കപ്പെട്ടു. അതായത് 1991 ശേഷം അവിടെ ഒരു ലൈറ്റ് ഹൗസ് കീപ്പറും ജോലി ചെയ്തിട്ടില്ല. അപ്പോ പിന്നെ എങ്ങനെയാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ $2 മില്യൺ സാലറിയുടെ കഥയായത്? സത്യം പറഞ്ഞാൽ ഫ്രഞ്ച് ഗവൺമെന്റ് ഇങ്ങനെയൊരു ജോലിയോ ഇത്രയും വലിയൊരു സാലറിയോ ഓഫർ ചെയ്തിരുന്നില്ല. ഇന്റർനെറ്റിൽ ആളുകളെ ആകർഷിക്കാനും ലൈറ്റ് ഹൗസിന്റെ നിഗൂഢത വർദ്ധിപ്പിക്കാനുമായി പ്രചരിപ്പിച്ചിട്ടുള്ള വെറും വ്യാജ വാർത്തകൾ മാത്രമാണവ. എങ്കിലും ഒരു ചോദ്യം ഇവിടെ ഇപ്പോഴും ബാക്കിയാണ്. ഭാവിയിൽ ഫ്രഞ്ച് ഗവൺമെന്റ് ഇങ്ങനെയൊരു ഓഫർ മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ, അതായത് ദിവസത്തിൽ വെറും 1 മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ വർഷത്തിൽ 19 കോടി രൂപ സാലറി ലഭിക്കുന്ന വെറും ഏകാന്തത നിറഞ്ഞ ഒരു ലൈറ്റ് ഹൗസിലേക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോകാൻ തയ്യാറാണോ? അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോ അടുത്തൊരു വീഡിയോയുമായി കാണാം.